എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അലീന മേരി ജെയിംസ്. ഞാൻ അമല മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ കമ്മ്യൂണിറ്റി മെഡിസിൻ PG ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് മെൻസ്ട്രുവൽ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വത്തെ പറ്റി സംസാരിക്കാനായാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മെൻസ്ട്രുവൽ ഹൈജീൻ ഇത്ര ഇമ്പോർട്ടൻറ്റ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ തൊട്ട് ടോക്സിക് ഷോക്ക് സിൻഡ്രോം, അതായത് വളരെ ഭീകരമായ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരെ വരാം നമ്മൾ മെൻസ്ട്രുവൽ ഹൈജീൻ പാലിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇതിനായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം. ആദ്യമായി പേഴ്സണൽ ഹൈജീൻ, അതായത് എല്ലാ ദിവസവും 2 നേരം കുളിക്കുക, 2 നേരം അണ്ടർഗാർമെൻറ്റ്സ് മാറ്റുക, ആ അണ്ടർഗാർമെൻറ്റ്സ് നന്നായി കഴുകി വെയിലത്ത് ഉണക്കാനിടുക. ഇതിനോടുകൂടെ കൈകൾ പാഡ് മാറ്റുന്നതിനും പാഡ് മാറ്റിയ ശേഷവും വൃത്തിയായി സോപ്പിട്ട് കഴുകുക. ഈ ഒരു കാര്യം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾ പരമാവധി ഇത് സൂക്ഷിക്കുക. രണ്ടാമതായിട്ട് നോക്കേണ്ടത് പാഡ് എപ്പോൾ മാറ്റണം. പാഡ് മാത്രമല്ല, ചിലർ ക്ലോത്ത് യൂസ് ചെയ്യാം, ടാംപോൺ യൂസ് ചെയ്യാം, മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യാം. പ്രത്യേകിച്ചൊരു സമയമെന്നില്ല, പാഡ് എപ്പോൾ ഫുള്ളാകുന്നോ ആ സമയത്ത് മാറ്റുക. ഇനി നിങ്ങൾക്ക് ഫ്ലോ അധികം ഇല്ലെങ്കിൽ ഒരു 4 തൊട്ട് 6 മണിക്കൂറിനുള്ളിൽ പാഡ് മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെ മെൻസ്ട്രുവൽ കപ്പും മാക്സിമം ഒരു 6 തൊട്ട് 8 മണിക്കൂറിനകം മാറ്റണം. ക്ലോത്ത് ആണെങ്കിലോ അത് എല്ലാ പീരിയഡ്സിൻ്റെയും ഓരോ പീരിയഡ്സ് കഴിയുമ്പോഴും ക്ലോത്ത് വൃത്തിയായി വെയിലത്ത് ഉണക്കേണ്ടതാണ്. ഈ ക്ലോത്ത് ഇടയ്ക്കിടയ്ക്ക് മാറ്റുകയും ചെയ്യണം. ടാംപോൺസും ഒരു 4 തൊട്ട് 6 മണിക്കൂറാണ് മാക്സിമം വെക്കാവുന്നത്. ഇതിനോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, കുറേ സ്ത്രീകൾ പീരിയഡ്സ് ആകുമ്പോൾ മൂത്രം ഒഴിക്കുന്ന ഫ്രീക്വൻസി കുറയുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ സാധാരണ എങ്ങനെയാണോ മൂത്രമൊഴിക്കുന്നത് അതേ ഫ്രീക്വൻസി, അതായത് ഒരു ദിവസം ഒരു 4 തൊട്ട് 6 പ്രാവശ്യം വരെ മൂത്രമൊഴിക്കണം. മിക്കവരും അതിനൊരു മടി കാണിക്കാറുണ്ട് പീരിയഡ്സ് ഉള്ള സമയത്ത്. അത് കാരണം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടും. ഇത് മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ഹൈജീനും പേഴ്സണൽ കെയറും ഡയറ്റും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം പീരിയഡ്സ് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർക്കണം. എല്ലാവർക്കും താങ്ക് യു.